ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ബ്രോസ്റ്റഡ് ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മുടെ KFC റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങുന്നത് പോലെ അതേ ഒരു ടേസ്റ്റിൽ നമ്മുടെ വീട്ടിലെ ചേരുവകൾ മാത്രം ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കൻ ആകുമ്പോൾ കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് വരും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്കിന്ന് വേണ്ടെങ്കിൽ സ്കിന്ന് റിമൂവ് ചെയ്തിട്ടും ചെയ്താൽ മതി. ഇനി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നല്ല സ്പൈസി വേണമെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ നോർമൽ മുളക് പൊടിയും ചേർത്ത് കൊടുത്താൽ മതി. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. സാധാരണ ബ്രോസ്റ്റഡ് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഗാർലിക് പൗഡറാണ് ചേർത്ത് കൊടുക്കൽ. ഇപ്പോൾ എല്ലാ വീട്ടിലും ഗാർലിക് പൗഡർ അവൈലബിൾ ആണെന്നില്ല. അതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഓരോരോ പീസ് ചിക്കൻ വെച്ച് നല്ലതുപോലെ ഒന്ന് മസാല പിടിപ്പിച്ച് ഒരു 2-4 hours എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാലേ ആ ചിക്കനിലേക്ക് നല്ലതുപോലെ മസാലയൊക്കെ പിടിച്ച് വരികയുള്ളൂ. ഇനി നമുക്ക് ചിക്കൻ കോട്ട് ചെയ്യാനുള്ള പൗഡർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി അതിലോട്ട് 1 കപ്പ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് ഒറിഗാനോ ആണ്. 1/4 ടേബിൾ സ്പൂൺ ഒറിഗാനോ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ് ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി മെയിനായിട്ട് വേണ്ടത് നല്ല തണുത്ത വെള്ളമാണ്. നല്ല തണുത്ത വെള്ളത്തിൽ വേണം ഇത് ടിപ്പ് ചെയ്തെടുക്കാൻ. ഇത് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്, എന്നാലേ നമ്മുടെ ചിക്കൻ നല്ല ക്രിസ്പി ആയിട്ട് വരികയുള്ളൂ. ഇനി ഒരു പീസ് ചിക്കൻ എടുത്ത് മൈദയിലൊന്ന് കോട്ട് ചെയ്ത് നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷം ആ തണുത്ത വെള്ളത്തിലേക്ക് ഒന്ന് ടിപ്പ് ചെയ്ത് പിന്നെയും മൈദയിലേക്ക് കോട്ട് ചെയ്ത് ഒന്ന് മാറ്റി വെക്കാം. വെള്ളത്തിലേക്ക് ഡിപ്പ് ചെയ്യുമ്പോൾ വെള്ളത്തിലേക്ക് ഇടരുത്, പെട്ടെന്നൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കണം. വെള്ളത്തിലേക്ക് ഇട്ടാൽ നമ്മൾ പിടിച്ച മസാലയൊക്കെ അങ്ങ് വെള്ളത്തിൽ കലങ്ങിപ്പോവും. അതുകൊണ്ട് പെട്ടെന്നൊന്ന് ഡിപ്പ് ചെയ്ത് പിന്നെയും മൈദയിലേക്കൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഓരോ ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ആ ബാച്ചിൽ നിന്ന് മാത്രമേ ഡിപ്പ് ചെയ്ത് വെക്കാവൂ. പിന്നെ തന്നെ എല്ലാം കൂടി ഡിപ്പ് ചെയ്തിട്ട് വെക്കരുത്. ഫ്രൈ ചെയ്യുന്നതിനനുസരിച്ചിട്ട് മാത്രമേ ഇങ്ങനെ കോട്ട് ചെയ്ത് വെക്കാവൂ. ഇനി ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓയിൽ ഓവറായിട്ട് ചൂടാവാതെ നോക്കണം. ഓവറായിട്ട് ചൂടാവുമ്പോൾ നമ്മൾ ചിക്കൻ ഇടുമ്പോഴത്തെ പെട്ടെന്ന് കളർ ചേഞ്ച് ആവും, ഉള്ളൊന്നും വേവാതെ. ഇനി ഇത് ഓരോരോ പീസായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുക്കുമ്പോൾ അധികം തിക്കി നിറയാതെ വേണം ഇട്ട് കൊടുക്കാൻ, എന്നാലേ ചിക്കൻ നല്ലതുപോലെ ഫ്രൈ ആയി വരികയുള്ളൂ. മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കി ചിക്കൻ ഫ്രൈ ചെയ്യാകൂ, എന്നാലേ ഉള്ളൊക്കെ നല്ലതുപോലെ വെന്ത് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ഫ്രൈ ചെയ്യാനാവും. ഇല്ലെങ്കിൽ പെട്ടെന്ന് കളർ ചേഞ്ച് ആയിട്ട് ചിക്കൻ ഉള്ളൊന്നും വേവാതെ ആയി വരും. കുറച്ച് ടൈം മാറ്റി വെച്ചാൽ ഇതേപോലെ നമ്മളെ മക്കൾക്ക് നമുക്ക് തന്നെ ഉണ്ടാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ എപ്പോഴും ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ കുറച്ചും കൂടി നല്ലത് നമ്മളിങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത് തന്നെയല്ലേ. അപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും
ഉള്ളൊക്കെ നല്ല സോഫ്റ്റായി പുറംഭാഗം നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. നല്ല ചൂടുണ്ട്, അതാണ് ഞാൻ അവിടെ പെട്ടെന്ന് വെച്ചത്. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ അസ്സലാമു അലൈക്കും.